തോട്ടങ്ങളും വയലോരകളും പൂന്തോപ്പുകളും പള്ളിപ്പടർപ്പുകളും നിറഞ്ഞ ആ ഗ്രാമത്തിലെ ജീവിതം സുഖകരമായിരുന്നു. ഗ്രാമത്തിലൂടെ ഒഴുകുന്ന കൊച്ചരുവിയും കൈത്തോടുകളും അവർക്ക് ആവശ്യമായ ശുദ്ധവെള്ളവും തണുപ്പും നൽകിക്കൊണ്ടിരുന്നു. മരങ്ങളിൽ നിന്നും തോട്ടങ്ങളിൽ നിന്നും വയലുകളിൽ നിന്നും കിട്ടുന്ന ശുദ്ധവായു ശ്വസിച്ചും ശുദ്ധമായ വിഭവങ്ങൾ കഴിച്ചും ആരോഗ്യവാന്മാരായി ഗ്രാമീണർ ജീവിച്ചു പോന്നു. അതിനിടയിലാണ് കുറേ മരക്കച്ചവടക്കാർ ആ ഗ്രാമത്തിലേക്ക് എത്തിയത്. അടുത്തുള്ള ഒരു വ്യവസായശാലയിലേക്ക് ധാരാളം മരങ്ങൾ വേണം. അവർ ഗ്രാമീണരെ മരം വിൽക്കാൻ പ്രേരിപ്പിച്ചു. നല്ല വില കിട്ടുമെന്നായപ്പോൾ ജനം മുന്നും പിന്നും നോക്കാതെ തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള മരങ്ങളെല്ലാം വിറ്റുകാശാക്കി. ദിവസങ്ങൾക്കുള്ളിൽ കച്ചവടക്കാർ മരങ്ങളെല്ലാം മുറിച്ച് വണ്ടിയിൽ കയറ്റി കൊണ്ടുപോയി. അപ്പോഴാണ് ജനങ്ങൾക്ക് വിവരമറിയുന്നത്. വെയിലിന് സഹിക്കാൻ പറ്റാത്ത ചൂട്, ശീതക്കാറ്റ് തീരെയില്ലാതായി. കിണറ്റിലെ വെള്ളത്തിന് പോലും തണുപ്പില്ല. ക്രമേണ വെള്ളവും വറ്റിത്തുടങ്ങി. കൃഷികൾ ഉണങ്ങിത്തുടങ്ങി. ആവശ്യത്തിന് പുല്ലും വെള്ളവും കിട്ടാതായപ്പോൾ കന്നുകാലികൾ ചത്തുതുടങ്ങി. ശുദ്ധമായ വായു കുറഞ്ഞപ്പോൾ രോഗങ്ങൾ വർദ്ധിച്ചു. പകർച്ചവ്യാധികൾ പെരുകി. ഏറെ കഷ്ടത്തിലായത് വീടുകളിലെ സ്ത്രീകളാണ്. അടുപ്പ് കത്തിക്കാൻ ഒരു ചുള്ളിക്കമ്പ് പോലും കിട്ടാനില്ല. ആഹാര വിഭവങ്ങൾ ഉണ്ടെങ്കിലും അവ വേവിച്ചെടുക്കണമല്ലോ. കിട്ടുന്നതെല്ലാം പെറുക്കി അടുപ്പിലിട്ട് കത്തിച്ച് ദുഷിച്ച പുക ശ്വസിച്ചവർ രോഗികളായി. മരങ്ങൾ ഇല്ലാതായത് കൊണ്ടാണല്ലോ വിറകില്ലാതായത്. പെണ്ണുങ്ങളെല്ലാം ഒത്തുകൂടി കുറേ മരങ്ങൾ നട്ടുപിടിപ്പിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവർ വിത്തുകളും തൈകളും ശേഖരിച്ച് മുറ്റത്തും പറമ്പിലും വയ്യോരത്തും പുഴയോരത്തുമെല്ലാം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. പരിപാലിക്കാൻ തുടങ്ങി. നല്ല പരിചരണം ലഭിച്ചതുകൊണ്ട് തന്നെ മരങ്ങൾ അതിവേഗം വളർന്നു പന്തലിച്ചു. അങ്ങനെ ആവശ്യത്തിന് വിറക് കിട്ടിത്തുടങ്ങി. അപ്പോഴാണ് അവർ പ്രകൃതിയിലെ അത്ഭുതകരമായ മാറ്റങ്ങൾ ശ്രദ്ധിച്ചത്. ആവശ്യത്തിന് തണലുകൾ ലഭിച്ചിരിക്കുന്നത് കൊണ്ടാണ് ചൂട് കുറഞ്ഞിരുന്നത്. ശീതക്കാറ്റും കുളിരും തിരിച്ചു വന്നിരുന്നെങ്കിൽ കിണറുകളിലും പുഴകളിലും തോടുകളിലും വയലുകളെല്ലാം ജലം സമൃദ്ധമായിരിക്കുന്നു. പുല്ലുകളും കുറ്റിച്ചെടികളും തഴച്ചു വളർന്നിരിക്കുന്നു. മരങ്ങൾ കായ്ക്കാൻ തുടങ്ങിയതോടെ പലതരം പറവകൾ പാട്ടുകളുമായി പറന്നെത്തിയിരുന്നു. രോഗങ്ങൾ കുറഞ്ഞ് പകർച്ചവ്യാധികൾ പടി കടന്നു. അങ്ങനെ അവർ തിരിച്ചറിഞ്ഞു മരങ്ങളുടെ പ്രാധാന്യം. ഇതൊരു സാങ്കല്പിക കഥയല്ല, പണ്ട് ആഫ്രിക്കയിൽ സംഭവിച്ചതാണ്.